ഹലോ, നമുക്കിതൊരു ഫോട്ടോ എടുക്കാൻ പോയാലോ? വേറൊന്നുമല്ല, എൻ്റെ അനിയൻ പുതിയൊരു ക്യാമറ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഫോട്ടോ എടുക്കണമെന്ന് അറിയാമല്ലോ. അനിയന്മാർ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഫോട്ടോ എടുക്കാനൊരു കൊതി തോന്നും, പ്രത്യേകിച്ച് എന്നെപ്പോലെ ഫോട്ടോ പ്രാന്നുള്ള ഒരാൾക്ക്. അപ്പം ഞാനും അവനും കൂടെ മരടിക്കുളം അമ്പലത്തിൽ പോയി ഫോട്ടോ എടുക്കാൻ പോവാണ്. വിഷു ഒക്കെ അല്ലേ, ഒരു ഫോട്ടോയൊക്കെ എടുത്തേക്കാൻ ഓർത്തു. വിഷു ഷൂട്ടൊന്നും അല്ല, അത് ഞാനും ഇതും കൂടെ വേറെ ചെയ്യുന്നുണ്ട്. ഇത് ചുമ്മാ ഒരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൽ ഞാൻ കോസ്റ്റ്യൂം കാണിച്ചു തരാവേ. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അവൻ ഇച്ചിരി കഴിയുമ്പോൾ വരും. അവനെന്തോ വണ്ടാനത്തെന്തോ പോയേക്കുമായിരുന്നു. അപ്പോൾ അവൻ വന്നിട്ട് അവിടെ ചെന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ കാണിച്ചു തരാം. പോയിട്ട് വരാം. ബൈ ഗൈസ്. എൻ്റെ അനിയൻ എനിക്ക് പിന്നെ പോസ്റ്റ് തന്നു ഗൈസ്. ഇത് കണ്ടോ, അവൻ ക്യാമറ എൻ്റെ തന്നിട്ട് ഇതേ കടയിലോട്ട് എന്തോ പോയേക്കുവാണ്. 5 മണിയായപ്പോൾ തൊട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സമയം 5:55. ഞാൻ അതേ അമ്പലത്തിൽ വന്ന് വെയിറ്റ് ചെയ്യുവാണ്. അവനിപ്പോൾ വരും, എന്നിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. വെട്ടം പോണതിന് മുന്നേ ഫോട്ടോയൊക്കെ എടുത്ത് സെറ്റാക്കണം. കുറച്ച് റീൽസൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, എന്താവോ എന്തോ. ഗൈസ്, മഴ പെയ്തു, വെട്ടവും പോയി, എൻ്റെ ഫോട്ടോഷൂട്ട് കുളമായി. പക്ഷെ കുഴപ്പമില്ല, 4 ഫോട്ടോയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ ഒരു വീഡിയോക്കുള്ള കുറച്ച് ക്ലിപ്പ് ഞങ്ങളെടുത്ത്. ഇതാണ് എൻ്റെ ക്യാമറമാൻ. ഇതാണ് എൻ്റെ അനിയൻ ഉണ്ണിക്കുട്ടൻ. +2 കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. എന്ത് കോഴ്സിന് പോകണമെന്നൊന്നും അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ പോവല്ലേ. എന്നെ ചീത്തല്ല, അവര് നാണമാണെന്നാ പറയുന്നത്. അൺഎക്സ്പെക്റ്റഡായിട്ട് കാണിച്ചു മതിയെന്ന്. ഇത് ഞാൻ വേറൊരാളെ കാണിച്ചു തരാം. ഇതാരാ പിന്നെ? ഇതിന്റെ ഫ്രണ്ടാണ് അനൂപേ. പടമൊക്കെ വരയ്ക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒക്കെ പടം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ചാനലിന്റെ പേര് പറഞ്ഞെടുത്ത്. ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. എനിക്ക് പടം വരച്ചു തരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു തന്നെ. ഇനി കുറച്ച് ഇവനോട് സംസാരിച്ചു.